വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ ലൈഫ് മിഷനെ വിദേശ സംഭാവനാ നിയന്ത്രണ നിയമപ്രകാരം പ്രതി ചേർക്കാനാവില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഹൈക്കോടതി 2 മാസത്തേക്ക് ലൈഫ് മിഷനെതിരായുള്ള അന്വേഷണം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ ആവശ്യം FIR റദ്ദാക്കണമെന്നായിരുന്നു. അക്കാര്യം കോടതി പരിഗണിച്ചിട്ടില്ല. ഇന്നത്തെ സ്റ്റേ ഉത്തരവ് സർക്കാരിന് ആശ്വാസമാണോ അതോ ഇടക്കാല ആശ്വാസമോ? അതിഥികളായി നമ്മളോടൊപ്പം കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ, DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ PA മുഹമ്മദ് റിയാസ്, BJP നേതാവ് S സുരേഷ് എന്നിവർ. ആദ്യം റിയാസിലേക്ക്. റിയാസ്, ഇന്നത്തെ വിധിയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ഈ വിധിയെ എങ്ങനെയാണ് CPM നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ തന്നെ CPIM രാഷ്ട്രീയമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഈ വിധി വന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ, ഇതിൻ്റെ ലോ സൈഡ്, മറ്റ് ടെക്നിക്കൽ സൈഡ്, 2 സൈഡാണല്ലോ ഉള്ളത്. ആ ടെക്നിക്കൽ സൈഡും ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതും, സർക്കാരോ ലൈഫ് മിഷനോ നേരിട്ട് ഇതിൽ ബന്ധമില്ല എന്നുള്ളതും ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞത് അതേപടി അംഗീകരിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് പരിശോധിച്ചാൽ CBIയെ കുറിച്ച് ഞങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ശരിയാകുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഒരു കോൺഗ്രസ് MLA നൽകിയ പരാതി 5 ദിവസം തികയുന്നതിന് മുമ്പ് ചാടി വീണ് അന്വേഷിക്കാൻ വേണ്ടി CBI തയ്യാറായതിൻ്റെ പിന്നിൽ നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും തമ്മിലുള്ള ധാരണയാണ് എന്ന് ഇപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇതേ CBI ആണ് 300 കോടിയുടെ അഴിമതിയായ ടൈറ്റാനിയം കേസ് കേരള സർക്കാർ തന്നെ പറഞ്ഞിട്ടും ആ ടൈറ്റാനിയം കേസ് ഏറ്റെടുക്കാൻ ഇതുവരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി CBI തയ്യാറാകാത്തതും ഈ ചങ്ങാത്തത്തിൻ്റെ ഭാഗമാണ്, ഈ BJP കോൺഗ്രസ് ചങ്ങാത്തത്തിൻ്റെ ഭാഗമാണ്. ടൈറ്റാനിയം കേസ് നമുക്കറിയാം, അതിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി CBIയെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ വേട്ടയാടാനും ദുർബലപ്പെടുത്താനും വേണ്ടി മോദി നേതൃത്വം കൊടുക്കുന്ന BJPക്ക് ഒറ്റക്കക്ഷിയായി ഭൂരിപക്ഷമുള്ള 2ാം തവണയും തുടർച്ചയായി ഒറ്റക്കക്ഷി അധികാരത്തിൽ വന്ന സർക്കാർ ശ്രമിക്കുന്നു. അത് UDFിലെ അണികൾ പോലും അത് തള്ളിക്കളയില്ല. ഞങ്ങളുടെ വാദം, മോദിയെപ്പോലെ ഒരാൾ പ്രധാനമന്ത്രിയായി BJP ഒറ്റക്കക്ഷിയായി നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ CBIയെ ഉപയോഗിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം എത്ര തന്നെ പറഞ്ഞാലും കോൺഗ്രസ് അണികളും UDF അണികളും അത് വിശ്വസിക്കില്ല. ഇവിടെ CBI ഉപയോഗപ്പെടുത്തിയത് രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ സ്വീകരിച്ച നിലപാട് വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. CBIയെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് എടുക്കാമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിലൊന്നും ഭയക്കാനില്ല, ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. പക്ഷേ ഈ വിഷയത്തിൽ CBI വന്ന് അന്വേഷിക്കാൻ തയ്യാറായത് നിയമപരമായിട്ട് ചില പാളിച്ചകളുണ്ട്. നിയമപരമായ ചില പാളിച്ചകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ഏതൊരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലാണ് കോടതി ഇടതുപക്ഷ സർക്കാർ സമീപിച്ചത്, അല്ലാതെ ഏതെങ്കിലും അന്വേഷണത്തെ ഭയപ്പെട്ടിട്ടല്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടി രാജസ്ഥാനിൽ സ്വീകരിച്ച സമീപനം നമുക്കറിയാം. പശ്ചിമ ബംഗാളിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ആന്ധ്രാപ്രദേശിലും CBIക്കെതിരെ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ നിലപാടെടുത്തതുപോലെയല്ല കേരളത്തിലെ ഇടതുപക്ഷ ഒരു കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വേണ്ടി വരേണ്ടതുണ്ട്. ഇതിൽ പ്രതിപക്ഷം ഇപ്പോൾ പറയുന്ന ഒരു പ്രതികരണം, ഈ FIR റദ്ദാക്കണമെന്ന സർക്കാരിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അതായത് ലൈഫ് മിഷനെതിരായ FIR ഇപ്പോഴും നിലനിൽക്കുന്നു, അതിൽ അന്വേഷണം മാത്രമാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ വാദം കേൾക്കുമ്പോൾ CBI കുറെ കൂടി എന്തെങ്കിലും തെളിവുകൾ മുന്നോട്ട് ഹാജരാക്കുമ്പോൾ ഒരുപക്ഷെ FIR വീണ്ടും ഓണായേക്കാം, അന്വേഷണം ഓണായേക്കാം എന്നാണ്. ഇതിൽ സർക്കാർ പറഞ്ഞ വാദത്തിനല്ല പാളിച്ച വന്നിട്ടുള്ളത്, പ്രതിപക്ഷം ഉയർത്തിയ വാദത്തിനാണ്. ഞാൻ ഒരു 3 വരി വായിക്കാം. പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും കോൺഗ്രസ് MLA ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലെ 3 വരി. The entire decisions regarding identification of the property, approval of plan and selection of the construction agency were carried out by Life Mission unilaterally and the said decisions were imposed on Red Crescent. അനിൽ അക്കരയുടെ പരാതിയാണ്. അപ്പോൾ എന്താണ് പ്രതിപക്ഷം ഊന്നിയത്, എന്താണ് BJP ഊന്നിയത്? അവരുടെ ഫോക്കസ് ലൈഫ് മിഷൻ ഇതിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങി CBI എൻക്വയറി വേണമെന്നുള്ളതാണ്. എന്നാൽ അത് കോടതി തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം എവിടെയാണ്? നിങ്ങൾ ഈ പറഞ്ഞ FIR തീർച്ചയായും അതിൻ്റെ അന്വേഷണം നടക്കണം.
അതിന്റെ അന്വേഷണം നടന്നു പോകണം. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനാണല്ലോ വിജിലൻസ് സംവിധാനം വന്നത്. വിജിലൻസ് ഇന്ന് ഫലപ്രദമായി ഒരു സംസ്ഥാനത്ത് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ്. ആ വിജിലൻസ് ഒട്ടേറെ കേസുകൾ അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. പൊതുമണ്ഡലത്തിൽ ഏതെങ്കിലും പബ്ലിക് സർവന്റ്, അത് സർക്കാർ ജീവനക്കാരനായിക്കോട്ടെ, രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, ജനപ്രതിനിധി ആയിക്കോട്ടെ, ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് ഫലപ്രദമായി അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ വിജിലൻസ് ആണ്. ആ നിലയിലാണ് എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുണ്ടെങ്കിൽ ആ വഴിക്ക് അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ FIR ക്വാഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇനി ഭാവിയിൽ ക്വാഷ് ചെയ്യോ എന്നൊക്കെയുള്ള അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലോ, കോടതിയുടെ മുമ്പാകുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ നിയമപരിജ്ഞാനം, ഇപ്പോൾ അഡ്വക്കേറ്റ് ആകണമെന്നില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ടല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്നേക്കാൾ നന്നായി നിയമപരമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അഡ്വക്കേറ്റ്മാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി, BJPയുടെ പ്രതിനിധി ഇവിടെ നിയമ പണ്ഡിതന്മാരായിട്ടല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയൊക്കെ ആയാലും നമ്മളിവിടെ രാഷ്ട്രീയ നിലപാട് പറയുന്നു. നിയമത്തിന് മുമ്പിലുള്ള ഒരു പ്രശ്നമാണത്. സ്വാഭാവികമായും അതും കോടതി. ഇന്നത്തേത് ഒരു ഇടക്കാല ഉത്തരവാണ്. 2 മാസത്തേക്ക് അന്വേഷണം സ്റ്റേ ചെയ്തു എന്നുള്ളത് ശരി. പക്ഷേ ആ വിധിയിൽ, ആ ഉത്തരവിൽ ജഡ്ജി ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. ലൈഫ് മിഷനെ FCRA നിയമലംഘനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് പ്രതി ചേർക്കുക സാധ്യമല്ല എന്ന് ആ നിയമം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ജഡ്ജി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി എന്ത് ആക്ഷേപമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? യൂണിടാക്ക് കൈക്കൂലി നൽകിയെന്നോ അല്ലെങ്കിൽ യൂണിടാക്ക് പണം സ്വീകരിച്ചുവെന്നോ എന്താണെന്ന് ഈ നിലനിൽക്കുന്ന ഒരു വാദം ഇതിൽ? അല്ല, FCRA സെഷൻ 3C പറയുന്നത് പബ്ലിക് സർവൻറ്റ്, ജഡ്ജ്, ഗവൺമെൻറ് സർവൻറ്റ് ഓർ എംപ്ലോയി ഓഫ് എനി കോർപ്പറേഷൻ ഓർ എനി അതർ ബോഡി കൺട്രോൾഡ് ഓർ ഓണേഡ് ബൈ ദി ഗവൺമെൻറ് എന്നാണ്. ലൈഫ് മിഷൻ കേരള ഗവൺമെൻറ് ഹാഡ് ലോഞ്ച്ഡ് 4 പ്രോഗ്രാംസ് എയിംഡ് അറ്റ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. The livelihood, inclusion and financial environmental mission, ലൈഫ് മിഷൻ എന്നാണ് പറഞ്ഞത്. അത് സർക്കാരിൻ്റെ സ്ഥാപനമല്ല എന്നാണോ കണ്ടുപിടിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, 11/7/2019 ലൈഫ് മിഷനും ഈ ചോദ്യം താങ്കൾ കോടതിയോടാണോ ചോദിക്കുന്നത്? തമ്മിൽ ഒരു MOU സൈൻ ചെയ്തു. അജയ് തറയിൽ ഈ ലൈഫ് മിഷൻ സർക്കാരിന്റെ ഭാഗം അല്ല, ഞാൻ പറയുന്നത് അത് കോടതിയോട് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലല്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന CAG ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, സർക്കാർ ഓർഗനൈസേഷനെ FCRAയുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ലൈഫ് മിഷൻ ആ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നത്തെ വിജ്ഞാപനമാണ്? 2020 വിജ്ഞാപനമാണ്. 2020 വിജ്ഞാപനം 2019 8-ാം മാസത്തിലെ MOUമായി ഓർഡറുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആവശ്യമില്ല. ഗവൺമെന്റ് എന്ന് പറയുന്നത് സമാനമായ ഒരു വിജ്ഞാപനം 2012 ഇറങ്ങിയിട്ടുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? Undisputedly, Life Mission has not received any foreign contribution directly from the sponsor എന്ന ഒരു വാചകത്തിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. ഇത് ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലുള്ള എഗ്രിമെന്റ് എന്താ? 10 ലക്ഷം UAE ദിർഹംസ്, അതിനകത്ത് 7 ദിർഹംസിൻ്റെതായ വീടും 3 ദിർഹംസിൻ്റെതായ ആശുപത്രിയും എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഒപ്പുവെച്ചതല്ല, ത്രികക്ഷി എഗ്രിമെന്റ് ആണ്. അത് പ്രകാരം UAE ഗവൺമെന്റ്, UAE കൗൺസിൽ നേരിട്ട് യൂണിടാക്കിന് പണം കൊടുക്കുന്നു. ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങൾ തൊട്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ അഴിമതി നടത്താൻ വേണ്ടി തന്നെയാണ്, ഈ കമ്മീഷൻ ഇടപാടിന് വേണ്ടി മാത്രമാണ് യൂണിടെക്കും ലൈഫ് മിഷനുമായി എഗ്രിമെന്റ് വെക്കാതെ അജയ് തറയിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് കോടതി അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. താങ്കൾ തന്നെ ഉദ്ധരിച്ചതുപോലെ അൺഡിസ്പ്യൂട്ടഡ്ലി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ലൈഫ് മിഷൻ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല. പിന്നെ ആ കേസ് കഴിഞ്ഞു. ഇനിയുള്ളത്
ആ വന്ന പണത്തിൽ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും പബ്ലിക് സർവന്റ് ആ പണം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രധാന ആക്ഷേപം ലൈഫ് മിഷൻ FCRA ലോ ലംഘിച്ചു എന്നായിരുന്നു. സെക്ഷൻ 7 അല്ല, FCRA ലോ ലംഘിച്ചു എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ലൈഫ് മിഷൻ ഗവൺമെന്റ് സ്ഥാപനമാണ്. ആ ഓൺ ബിഹേവ് ഓഫ് ലൈഫ് മിഷനാണ് ഇവിടെ യൂണിറ്റാക്ക് പണം വാങ്ങിയിട്ടുള്ളത്. അത് ലൈഫ് മിഷന് വേണ്ടിയാണ്, ലൈഫ് മിഷന്റെ സ്ഥലത്താണ്, ലൈഫ് മിഷൻ എഗ്രിമെന്റ് പ്രകാരമാണ്. ഇതൊന്നും ഒരു കണ്ണുമുട്ടലോടും പറഞ്ഞ് നിങ്ങൾ ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. കോടതി വിധി ഉണ്ടാകാം, നിഷേധിക്കുന്നു ഇല്ല. തൽക്കാലം 2 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഡീറ്റെയിലായ വാദം നടക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ പിക്ചർ പുറത്തു വരും. അപ്പോൾ നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, സെക്ഷൻ 7C പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ഫോറിൻ കറൻസി വാങ്ങി, ഫോറിൻ ഡൊണേഷൻ വാങ്ങി, അല്ലെങ്കിൽ ഇത് വാങ്ങി, ഇത് ഈ ഗവൺമെന്റ് പറഞ്ഞത് എന്താ? യൂണിറ്റാക്ക് ഫീ ആണ് വാങ്ങിയതെന്ന്. ആ ഫീ വാങ്ങിയതിൽ വരില്ല. ആ ഫീ ആണ് എന്ന് പറഞ്ഞ് യൂണിറ്റാക്ക് ഫീ ആണ് വാങ്ങിയതെന്ന് പറഞ്ഞ് സെക്ഷൻ 2H പ്രകാരം നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫീ ആണോ 20 കോടി രൂപ? ഇത് കോൺട്രാക്റ്റ് ആണ്, ഇത് ഡീലാണ്. അപ്പോൾ യൂണിറ്റാക്കും റെഡ് ക്രസന്റും UAE ഗവൺമെന്റും കേരള ഗവൺമെന്റും അതിന്റെ ലൈഫ് മിഷൻ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു ഡീലാണ്. ആ ഡീലിലെ കേവലം ഫീ എന്ന് പറഞ്ഞ്, ആ ഫീ വാങ്ങിയത് 2H പ്രകാരം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ്, അതുപോലെ സെക്ഷൻ 3C പറഞ്ഞിരിക്കുന്നത് ഓണേഡ് ബൈ ദി ഗവൺമെന്റ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് അതെല്ലാം ഇത് വിന്യാസത്തിൽ പറഞ്ഞുകൊണ്ട് താൽക്കാലികമായ ഒരു ആശ്വാസമുണ്ടാക്കി, റിലീഫ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. 2 മാസം കഴിയുമ്പോൾ ഈ കമ്മീഷൻ വാങ്ങിയത്, ഈ കമ്മീഷൻ 7C പ്രകാരം കമ്മീഷൻ വാങ്ങുന്നത്, അതുപോലെ വസ്തുക്കൾ, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തത്, ഇതെല്ലാം കുറ്റകരമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈ സെഷനിൽ. അതെല്ലാം ഉദ്യോഗസ്ഥർ വാങ്ങിയിരിക്കുന്നു, ഉദ്യോഗസ്ഥ ബന്ധവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഇതെല്ലാം കുറ്റകരമായ ഒരു കാര്യമായതുകൊണ്ട്, ഒരു അഴിമതി ആയതുകൊണ്ട്, FCRA നിയമം ബാധകമായതുകൊണ്ടാണ് CBIയും ഞങ്ങളും വളരെ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കേരള ജനങ്ങളുടെ മുന്നിൽ താൽക്കാലികമായി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ട, പാവങ്ങളായ ആളുകൾക്ക് കുടില് വെക്കാൻ കൊടുത്ത പണത്തിൽ നിന്നും 4,25,00,000 രൂപ കട്ടവരെ പിടിക്കും വരെ നിയമത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കും, ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിൽക്കും. ഈ ജനങ്ങൾക്ക് കയറി കിടപ്പാൻ പറ്റാത്ത ഒരു പാർപ്പിടമാണ് പണിതത് എന്ന് വിജിലൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുപോലെ 20 കോടി രൂപയിൽ 14 കോടി രൂപ മുടക്കി പണിയേണ്ട ഒരു സ്ഥാപനത്തെ 4,25,00,000 രൂപ കൈക്കൂലി വാങ്ങി കമ്മീഷനാക്കി കുറച്ച് അതിന് കേരള ഗവൺമെന്റിനെയും കേരളത്തിലെ പാവപ്പെട്ട വീടില്ലാത്തവരെയും കൂട്ടുനിർത്തിയ ഒരു ഗവൺമെന്റ് ഉണ്ട്. ചെയർമാനുണ്ട്, ലൈഫ് മിഷന്റെ CEO ഉണ്ട്, വൈസ് ചെയർമാൻ. ഇക്കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കോടതി ഇന്നത്തെ ഉത്തരവിൽ നോക്കൂ അജിത് അറയിൽ, ഇക്കാര്യങ്ങൾ താങ്കൾ ഇപ്പോൾ വിശദമായി പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കേസിന്റെ ക്രക്സ് എന്താണ്? ഈ കേസിന്റെ പെറ്റീഷന്റെ ക്രക്സ് എന്ന് പറയുന്നത് ലൈഫ് മിഷൻ വിദേശ സംഭാവന സ്വീകരിച്ചു, FCRA ചട്ടങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ടാണല്ലോ FIRൽ അവരെ പ്രതി ചേർത്തിട്ടുള്ളത്. അൺനോൺ ഒഫീഷ്യൽസ് ഓഫ് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് CBI പ്രതി ചേർത്തത് അങ്ങനെയാണല്ലോ. ലൈഫ് മിഷനെ ഈ പറയുന്ന FCRA ചട്ടങ്ങളിൽ വിദേശ സംഭാവന സ്വീകരിക്കാൻ പറ്റാത്ത ആളുകളുടെ പട്ടികയിൽ പെടുത്താനേ കഴിയില്ല എന്ന് ഈ ചട്ടം കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് ആരൊക്കെയാണ് അതിൽ പെടുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ക്രക്സിൻ്റെ മുന ഒടിച്ചു കളഞ്ഞു ഇന്ന് കോടതിയുടെ കാല ഉത്തരവിലൂടെ. അതെങ്കിലും നിങ്ങൾ സമ്മതിക്കണ്ടേ? അല്ല, ആരാ പറഞ്ഞത്? ഗവൺമെന്റ് ഓണേഡ് ബൈ ദി ഗവൺമെന്റ് ഓണേഡ് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് മിഷൻ ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞോ? അത് മുഖ്യമന്ത്രി പറയട്ടെ. ലൈഫ് മിഷൻ ഈ ഗവൺമെന്റ് പദ്ധതി അല്ല എന്ന് പറയട്ടെ. ലൈഫ് മിഷൻ ഗവൺമെന്റിന്റെ പ്രസ്റ്റീജ് പദ്ധതിയാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. ആ പദ്ധതി, ആ ലൈഫ് മിഷൻ അജിത്രയിൽ താങ്കൾ ഉത്തരവ് വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഇടക്കാല ഉത്തരവ് താങ്കൾ വായിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് 2 വരികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. A careful perusal of the section shows that the prohibition against acceptance of foreign contribution therein is applicable only to the categories specified under subsection 1 of section 3 of the FCRA.
The contention that Life Mission would fall under Section 31C is liable to be rejected on a plain reading of section and by applying the eusdem generi. അതൊരു നിയമവാക്കാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ ഈ രണ്ട് പട്ടികയും താരതമ്യം ചെയ്ത് ഈ പട്ടിക താരതമ്യം ചെയ്ത് ലൈഫ് മിഷൻ ആ പട്ടികയിൽ പെടുമോ എന്ന ഒരു ലളിതമായ വായന. Hence, Life Mission or the builders do not fall under any of the categories enumerated in Section 31. യൂണിറ്റാക്കും വിദേശ സംഭാവന സ്വീകരിക്കാൻ വിലക്കുള്ളവരുടെ പട്ടികയിൽ ലൈഫ് മിഷൻ എന്ന് ഇടക്കാല ഉത്തരവിൽ അസന്ദിഗ്ധമായി പറയുകയാണ് ജഡ്ജി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതല്ലേ ഈ 3C വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പബ്ലിക് സർവന്റ്, ജഡ്ജ്, ഗവൺമെന്റ് സർവന്റ് ഓർ എംപ്ലോയീസ് ഓഫ് എനി അതർ കോർപ്പറേഷൻ or any other body controlled or owned by the government. ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു 3C-യിൽ. ഇത് ഈ ജഡ്ജ്മെന്റിനകത്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പൈസ വാങ്ങിയില്ല എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് പൈസ വാങ്ങിയില്ല എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൈക്കൂലി ആരും കൊടുക്കാറില്ല. ഡയറക്റ്റ് ആയിട്ട് കമ്മീഷൻ വാങ്ങാറില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാറില്ല. സെക്ഷൻ 7B-യിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കമ്മീഷൻ ആയാലും അതുപോലെ എന്ത് പാരിതോഷികമായാലും അത് സെക്ഷൻ B പ്രകാരം അത് കുറ്റകരമാണ്, അത് ആര് ചെയ്താലും ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് CBI നോട്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പൂർണ്ണമായി ഈ കോടതി വിധിയുടെ സാങ്കേതികത്വത്തിൽ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായി ആളുകൾ പറഞ്ഞു, പൈസ കൊടുത്തവൻ പറഞ്ഞിരിക്കുന്നു, പൈസ വാങ്ങിയവൻ പറഞ്ഞിരിക്കുന്നു. 4,25,00,000 രൂപ ഞങ്ങൾ കമ്മീഷൻ കൊടുത്തു, 4,25,00,000 രൂപ ഞങ്ങൾ കമ്മീഷൻ വാങ്ങി. ആരുടെ പണമാണ്? ഈ രാജ്യത്ത് UAE-യിലുള്ള പാവപ്പെട്ട ആളുകൾ പിരിച്ചു കൊടുത്ത പണം. കേരളത്തിലെ പാവപ്പെട്ട വീടില്ലാത്തവർക്ക് അഴിമതി നടന്നിട്ടുണ്ടാകാം. ലൈഫ് മിഷൻ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടാകാം. ആ പണം കമ്മീഷൻ കൊടുത്തിട്ടുണ്ടാകാം. ശരി, അത് നമ്മുടെ മറ്റൊരു കേസാണ്. ഞാൻ എൻ്റെ രണ്ടാം റൗണ്ടിലേക്ക് വരാം. ശ്രീ സുരേഷ്, CBIയുടെ ഈ കേസിലുള്ള രംഗപ്രവേശനം, അതേക്കുറിച്ച് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു കോൺഗ്രസ് MLA-യുടെ പരാതി ലഭിച്ച് 4-ാം ദിവസം CBI FIR രജിസ്റ്റർ ചെയ്യുന്നു. ആ FIR ക്വാഷ് ചെയ്യണമെന്ന സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതിലുള്ള അന്വേഷണം 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി പറയുന്നത് ലൈഫ് മിഷൻ FCRA നിയമം ലംഘിച്ചിട്ടേ ഇല്ല, അൺഡിസ്പ്യൂട്ടബിളി, ഒരു തർക്കവുമില്ല കാര്യത്തിൽ എന്നാണ് പറയുന്നത്. അവർ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല. ഇനി എന്താണ് CBI അന്വേഷിക്കുക? അഴിമതി കേസോ? അതിവിടെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ശ്രീ അജിംസ്, ഇന്ന് ഈ കോടതി വിധി കൊണ്ട് ഉണ്ടായ ഏക ഗുണം, കഴിഞ്ഞ ദിവസം വരെ ചാനൽ ചർച്ചയിൽ വന്ന് വിയർത്ത് നാറി ഓടിക്കൊണ്ടിരുന്ന CPM-കാർ ഈ യാത്ര നിർത്തി. ഈ നാറ്റ കേസിന് ഇനി ഞങ്ങളില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസം ചർച്ചയിലൊന്നും വന്നില്ല. ഇന്ന് വീണ്ടും വന്ന് അവരുടെ മുഖം കാണിക്കാനുള്ള ഒരവസരം ഉണ്ടായി എന്നതിനപ്പുറം ഇതിൽ ഒരു പ്രസക്തിയില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ CBIയെ കേരളത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി പോയത് ഈ കഴിഞ്ഞ 5-ാം തീയതി ലൈഫ് മിഷൻ്റെ CEO-യെ വിസ്തരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് അടിയന്തരമായി രാത്രി തന്നെ ഫയൽ ചെയ്ത് പിറ്റേ ദിവസം കേൾപ്പിച്ചിട്ട് ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പോയത്. അന്ന് സ്റ്റേ കിട്ടിയില്ല. CBI UV ജോസിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. ഈ വിധി CBIയെ ഓടിക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫെഡറലിസത്തെ തകർക്കുന്ന CBI ഇവിടുന്ന് നാടുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയ മാർക്സിസ്റ്റ് പാർട്ടിക്കേറ്റ കനത്ത അടിയാണ്. ഈ അടി കൊണ്ടിട്ടാണ് ഇന്ന് CPM-കാർ വന്നിരിക്കുന്നതെന്ന് ആദ്യം അങ്ങ് മനസ്സിലാക്കി. അടി എന്താണെന്ന് പറയൂ സുരേഷ്. ഇവർ പറഞ്ഞത് അടി എന്ന് പറഞ്ഞാൽ CBI ഇവിടെ ഉണ്ട്, CBI ഇട്ട FIR ഉണ്ട്, CBIയുടെ FIR ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ അടി. CBI ഈ കേസ് അന്വേഷിക്കും, ലൈഫ് കേസ് CBI അന്വേഷിക്കും, വടക്കാഞ്ചേരി ഭവന പദ്ധതി കേസ് CBI അന്വേഷിക്കും. അതിൽ സംശയമില്ലല്ലോ സുരേഷ്. കോടതി രണ്ടാമത് അല്ല, അതിലൊരു കാര്യം ചോദിച്ചോട്ടെ. കോടതി വിധികളിൽ ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്, ഇതൊരു ഇടക്കാല സ്റ്റേ മാത്രമാണ്. പക്ഷേ ഇടക്കാല സ്റ്റേയിൽ തന്നെ ഇനി വരാൻ പോകുന്ന വിധിയെക്കുറിച്ചൊരു സൂചന അതിലുണ്ടാകും. അങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് വരാറുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട സൂചന ഞാൻ പറഞ്ഞല്ലോ, അൺഡിസ്പ്യൂട്ടബിളി, ഒരു തർക്കവുമില്ല. ഏത് കാര്യത്തിൽ? ലൈഫ് മിഷൻ വിദേശ ധനസഹായം സ്വീകരിച്ചു എന്ന കാര്യത്തിൽ. എന്തിലാണ് CBI അന്വേഷണം വന്നത്, അന്വേഷിക്കാൻ വന്നത്? എന്തിനാണ് ലൈഫ് മിഷനിലെ ഉദ്യോഗസ്ഥർ അതിൽ പ്രതിയാത്തത്?
അല്ല, അജിംസ് ഇതുവരെ ധരിച്ചു വെച്ചിരുന്ന ലൈഫ് മിഷന്റെ CEO UV ജോസ് കുറെ കോടികൾ അടിച്ചുകൊണ്ട് പോയെന്നാണോ? അങ്ങനെയല്ല, ലൈഫ് മിഷൻ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല എന്ന് കോടതി പറയുന്നു. ആ ലൈഫ് മിഷൻ ഇതിലെ കോടികൾ കൊണ്ടുപോയെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. സ്വപ്നം മുതൽ ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഇടപാടിലെ അഴിമതിയെ കുറിച്ചല്ല. CBI വന്നത് എന്തിനാണ്? FCRA ലംഘനം അന്വേഷിക്കാനാണല്ലോ. FCRA ലംഘനം അന്വേഷിക്കാനുള്ള CBI വന്നത്. FCRA ലംഘനം ലൈഫ് മിഷൻ നടത്തിയിട്ടില്ല. യൂണിറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അജിംസെ, ഞാൻ വസ്തുതാപരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അവിടുത്തെ 18-ാം FCRA കേസ് CBI ആണ് അന്വേഷിക്കേണ്ടതെന്ന് ഈ കേസിൽ വ്യക്തമല്ലേ? ആകെ വിഷയം ലൈഫ് മിഷൻ ആ വിദേശ പണം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ലേ സംശയമുള്ളൂ? സംശയമല്ല, FCRA കേസ് അന്വേഷിക്കേണ്ടത് പിണറായി വിജയൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒരു തർക്കവുമില്ല എന്നാണ് പറഞ്ഞത്. എനിക്കത് നിങ്ങൾ 5 പ്രാവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലായെന്നേ. അല്ല, എൻ്റെയിൽ ആ വിധി മുഴുവനുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടെ തന്നെ ഒരു 5 പ്രാവശ്യം അൺഡിസ്പ്യൂട്ടബിളി എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ അങ്ങോട്ടാണ്. FCRA ലംഘനം, FCRAയിൽ നിന്ന്, അതായത് വിദേശ പണം ലൈഫ് മിഷൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം മാത്രമല്ലേ ഹൈക്കോടതി ഗൗരവത്തിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ? അതുകൊണ്ടല്ലേ ലൈഫ് മിഷനെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേണ്ടി 2 മാസത്തെ സാവകാശം കൊടുത്തിരിക്കുന്നത്? ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രമല്ലേ ഡിസ്പ്യൂട്ടുള്ളൂ? FCRA കേസിൽ CBI അന്വേഷിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ലല്ലോ. FCRA കേസ് വിദേശ പണം യൂണിടാക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമല്ലോ. സാൻഡ് വെഞ്ചേഴ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമല്ലോ. ശിവശങ്കരൻ അതിന് ഇടനിലക്കാരനായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി അതിനു വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തെങ്കിൽ അന്വേഷിക്കാമല്ലോ. ആകെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു ഏജൻസി ഇതിൽ പ്രതിയാകണമോ എന്ന് തീരുമാനിക്കാൻ 2 മാസത്തെ സാവകാശം, അതിനെക്കുറിച്ച് വിശദമായി വാദം കേൾക്കാൻ 2 മാസം അനുവദിച്ചു. ഇതിലപ്പുറം ഈ കേസിൽ എന്താണ് ഈ സർക്കാരിന് നേട്ടമുണ്ടായത്? CBIയുടെ FIR നിലനിൽക്കുന്നു. FCRA കേസ് CBIക്ക് അന്വേഷിക്കാം. CBIക്ക് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാം. CBIക്ക് ശിവശങ്കരനെ ചോദ്യം ചെയ്യാം. CBIക്ക് നാളെ AKG സെൻറ്ററിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇതിൽ വീണ്ടും പ്രതിയായിട്ടുണ്ടെങ്കിൽ അയാളെ ചോദ്യം ചെയ്യാം. എന്തെങ്കിലും തടസ്സമുണ്ടോ CBIക്ക്? കോഴ് ചെയ്തിപ്പെട്ടിട്ടില്ലല്ലോ. ശരി, അപ്പോൾ ഇവർക്ക് ആശ്വസിക്കാൻ എന്തിരിക്കുന്നു? ശരി സുരേഷ്, ഇവർക്ക് ആശ്വസിക്കാൻ എന്തിരിക്കുന്നു? മുഹമ്മദ് റിയാസ്, സുരേഷിന്റെ വാദം അനുസരിച്ച് ഈ കോടതി വിധി അങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്. അതായത് ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥരെ, അതായത് പ്രതിയേർക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം മാത്രമേ കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളൂ. യൂണിറ്റാക്ക് അവർ വിദേശ സംഭാവന സ്വീകരിച്ചത് ചട്ടലംഘനമാണോ എന്ന് അന്വേഷിക്കാം. FCRA ചട്ടലംഘനത്തെ കൂടാതെ ആ പണം സ്വീകരിച്ച് അത് റിയാസ് കേൾക്കുന്നുണ്ടോ? കട്ടായി പോകുന്ന ചോദ്യം. റിയാസ്, അതായത് ഓക്കെ, സുരേഷ് ഈ ഇടക്കാല ഉത്തരവിന് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം മാത്രമേ കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളൂ. ലൈഫ് മിഷൻ വിദേശ സംഭാവന സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂണിറ്റാക്ക്, സെയിൻറ്റ് വെഞ്ചേഴ്സ് ഇവർ പണം സ്വീകരിച്ചത് FCRA ലംഘനത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന് CBIക്ക് അന്വേഷിക്കാം. ആ പണം സ്വീകരിച്ച് അവർ കമ്മീഷൻ നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുമോ, അഴിമതി തന്നെയല്ല FCRAയുടെ തന്നെ ലംഘനത്തിൻ്റെ മറ്റൊരു സെക്ഷൻ്റെ ലംഘനത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിക്കാം. ഈ ചട്ടലംഘനത്തിന്, ഈ നിയമലംഘനത്തിന് മുഖ്യമന്ത്രിയോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനോ അതിന് ഒത്താശ ചെയ്യുകയോ സാഹചര്യം ഒരുക്കുകയോ ചെയ്തോ എന്ന് പോലും CBIക്ക് അന്വേഷിക്കാം. ലൈഫ് മിഷൻ്റെ CEOയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരെയോ അന്വേഷിക്കുന്നതിൽ മാത്രമേ തടസ്സമുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത്ര ആശ്വസിക്കാവുന്ന ഒരു കാര്യമേ അല്ല എന്നാണ് സുരേഷ് വ്യാഖ്യാനിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ശ്രീ അജയ് തറയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ സുരേഷ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി സംസ്ഥാന നേതൃത്വവും മനസ്സിലെന്തൊക്കെ കരുതുന്നു എന്നുള്ളത് അറിയാതെ ചർച്ചയെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മനസ്സിലിരിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. CBI ഇന്ന ആളുകളെ ചോദ്യം ചെയ്യും, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും, പാർട്ടി സെക്രട്ടറിയെ ചോദ്യം ചെയ്യാം, മറ്റുള്ളവരെ ചോദ്യം ചെയ്യാം. ഓരോരുത്തരെ ചോദ്യം ചെയ്തതിനനുസരിച്ച് BJPക്ക് കെട്ടിവെച്ച പൈസ പോലും കേരളത്തിൽ ഇല്ലാത്ത സ്ഥിതിയിലേക്കുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ജനങ്ങൾ കൂടുതൽ അടുത്ത് വരികയും ചെയ്യും. അത് നമുക്ക് ഭാവിയിൽ കാണാം. അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഞങ്ങളെന്തോ വേർത്ത് നാറും എന്നുള്ളത് കൊണ്ട്, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ഞാൻ കടമ എടുക്കുന്നത്, എൻ്റെ വാക്കുകളല്ല. വേർത്ത് നാറും എന്നുള്ളത് കൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, മാറി നിന്നതായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത് കൊണ്ടുള്ളൊരു ഗുണം, ഇവർക്കൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാം. ഇതേ മീഡിയ വണ്ണിൽ ഇന്നലെ ഞങ്ങളുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. മിഞ്ഞാന്ന് ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അജിംസ് ആയിരുന്നു അതിൻ്റെ ആങ്കർ. അത് ശ്രീ സുരേഷിന് അത്ര പിടിക്കാത്ത വിഷയമാണ്.
4 പേര് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അതിൽ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ചാനലുകൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ ബേസ് ചെയ്തിട്ട് അല്ലാതെ സ്ഥിരമായിട്ടുള്ള ഒളിഞ്ഞുമാട്ടമല്ല. പിന്നെ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ആകെ വിയർത്ത് നാറുന്നു എന്നൊക്കെ. അപ്പോൾ പിന്നെ മനസ്സിലായത് പെട്ടെന്ന് ഇവർ കുറച്ച് ദിവസമായിട്ട് ചില ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. കേന്ദ്ര സഹമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, മുരളീധരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് വല്ലാതെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്താൽ വിയർത്ത് നാറുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ള സ്വന്തം അനുഭവം വെച്ച് മറ്റുള്ളവരെ അളക്കുകയാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ. ഇവിടെ ഏഷ്യാനെറ്റ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാനലായ ഏഷ്യാനെറ്റ് മുമ്പ് 2015 നിങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. പിന്നെ ചാനൽ ബഹിഷ്കരണം എത്രയെത്ര ഞാൻ പറയേണ്ടതില്ല. നിങ്ങളുടെ പ്രധാനമന്ത്രി ഈ മാധ്യമങ്ങളുടെ ഇപ്പോൾ 6 വർഷമായല്ലോ പ്രധാനമന്ത്രിയായിട്ട്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിലേക്ക് വല്ലാതെ പോകേണ്ടതില്ല. രണ്ടാമത്തെ പ്രശ്നം കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞാണ്. ശ്രീ അജയ് തറയലിനെ പോലെയുള്ള ഒരു സീനിയർ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ? അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ മനോഹരമാണ്. യഥാർത്ഥത്തിൽ CBIക്ക് വേണ്ടി അഭിഭാഷകനായി അദ്ദേഹത്തെ വിട്ടാൽ ചിലപ്പോൾ കേസ് ജയിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ പോയിന്റുകൾ കേട്ടാൽ അങ്ങനെ തോന്നും. പക്ഷേ ആ പോയിന്റുകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. ശ്രീ അജയ് തറയിൽ ഇന്നത്തെ വിധിയുടെ 18ാമത്തെ പാരാഗ്രാഫ് ഒന്ന് വായിക്കണം. ഞാൻ അതിലെ 2 വരി വായിക്കാം. At the same time, the provisions of the FCRA and the materials on record do not justify arraignment of the petitioner in the criminal MC number 4375 of 2020 as an accused. Do not justify. നിങ്ങളത് ഒരു 10 തവണയെങ്കിലും വായിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ വിവരക്കേടെന്ന് പറയില്ല, അതൊരിക്കലും ഒരാൾ പറയുന്നത് വിവരക്കേടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഞാനില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ആ ഒറ്റ പാരഗ്രാഫ്, 18ാം പാരഗ്രാഫ് ഒരു 10 തവണ വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. ഇവിടെ അനിലക്കരയുടെ പരാതിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ആ പരാതിയുടെ ഫോക്കസ് എന്തായിരുന്നു? ആ പരാതിയുടെ ക്രക്സ് എന്തായിരുന്നു? അത് ഞാൻ പരാതി അണ്ടർലൈൻ ചെയ്ത ഭാഗം വായിച്ചു. എന്നിട്ടും അദ്ദേഹം പിന്നെ അത് ആവർത്തിക്കുകയാണ്. ആയിക്കോട്ടെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ FIR റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമവാദത്തിൽ പരിഗണിക്കട്ടെ. പിന്നെ ഇതിലാരെങ്കിലും ക്രമക്കേട് നടത്തിയ അന്വേഷിക്കട്ടെ. അതിനാണല്ലോ ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ വിജിലൻസ് അന്വേഷണം എന്നുള്ള നിലപാട് കൈക്കൊണ്ടത്. ഇവിടെ കോൺഗ്രസും BJPയും ചെയ്തത് എന്താ? ലൈഫ് മിഷൻ എന്ന 2 ലക്ഷത്തോളം വരുന്നവർക്ക് വീട് നൽകി പാവപ്പെട്ടവന്റെ സ്വപ്നമായ വീടെന്ന പദ്ധതിയെ അള്ളുവെക്കുകയാണ്. അതിന്റെ ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന നിലപാട് ഇവിടെ കൈക്കൊള്ളുന്നു. അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രചരണം ലൈഫ് മിഷനെതിരായിരുന്നു. ഇപ്പോൾ പറയുന്നു ലൈഫ് മിഷനല്ല പോലും പ്രശ്നം. ഇതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകരുണ്ട്. ഈ മീഡിയ വണ്ണിൽ തന്നെ നടന്ന ചർച്ചകളിൽ ഇവരൊക്കെ വന്ന് നടത്തിയ വാചക കസർത്തുകളുണ്ട്. ലൈഫ് മിഷനെ കുറിച്ച്, ഇതിനകത്തുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ച്, ഇതിന്റെ ഭാഗമായി ഓരോരുത്തരെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ആദ്യത്തെ സംഭവമാണോ? ഇവർ ഉയർത്തിയ ആരോപണങ്ങൾ, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയേ, ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു ഓരോന്ന് ഞാൻ മുമ്പത്തെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? സ്പ്രിംഗ്ലർ, അതുമായി ബന്ധപ്പെട്ട് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് കോടതി പോയി. അവസാനം എല്ലാ ആവശ്യവും കോടതി തള്ളി. പിന്നെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അനധികൃതമായ ലൈഫ് മിഷനെ അന്വേഷണ പരിധിയിൽ നിന്ന് തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും റിയാസ്, ലൈഫ് മിഷനെതിരായ അന്വേഷണത്തിന് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും അന്വേഷണം ഓൺ ആയിരിക്കും എന്നാണ് സുരേഷ് വാദിക്കുന്നത്. അതായത് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. ലൈഫ് മിഷനെതിരെ അന്വേഷിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. സെയിന്റ് വെഞ്ചേഴ്സ് യൂണിറ്റാക്ക് അവർക്കെതിരെ അന്വേഷിക്കാം. അവർക്ക് അനുകൂലമായ സാഹചര്യമോ ഒത്താശയോ ചെയ്തതായി മുഖ്യമന്ത്രിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ചെയ്തതായി വേണമെങ്കിൽ അന്വേഷിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അന്വേഷണം ഓണാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ കോടതി വിധിയെ ബേസ് ചെയ്തിട്ട് ഒരു നിയമം കുറച്ചൊക്കെ അറിയുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞത് കോടതി വിധിക്ക് ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വം യോഗം കൂടിയിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് പറഞ്ഞ കാര്യം. രണ്ടാണ്. BJP ഇതിൻ്റെ അപ്പുറവും ചിന്തിക്കും, അപ്പുറവും ആലോചിക്കും. അങ്ങനെയുള്ള ആലോചനയുടെ ഭാഗമായിട്ടുള്ള സാധ്യതകളാണ് അദ്ദേഹം പറഞ്ഞത്. ആ സാധ്യതകളെ കുറിച്ച് എനിക്കിപ്പോ മറുപടി പറയാൻ പറ്റില്ല. ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ ചില കാര്യങ്ങൾ അസന്ധിഗ്ധമായി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലൊരു കാര്യം, ഒന്ന്, ലൈഫ് മിഷൻ നേരിട്ട് വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് FCRA നിയമപ്രകാരം വിദേശ സംഭാവന സ്വീകരിക്കാൻ പാടില്ലാത്തവരുടെ പട്ടികയിൽ ലൈഫ് മിഷനെ പെടുത്താൻ കഴിയില്ല, യൂണിറ്റാക്കിനെയും പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്താണ് ഈ പരാതിയിൽ അടിസ്ഥാനമായ കേസുള്ള ഒരു അന്തിമ വിധിന്യായത്തിൻ്റെ ഒരു ആമുഖമായി തന്നെ ഇടക്കാല ഈ സ്റ്റേ ഉത്തരവിനെ കാണാൻ കഴിയില്ലേ? ഇല്ല, ഇതിനകത്ത്
ഈ ആദ്യമായി മനസ്സിലാക്കേണ്ടത് CBI ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യാൻ കോടതി അനുവദിച്ചിരിക്കുകയാണ്. CBI ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് സെക്ഷൻ 3, സെക്ഷൻ 35 FCRA, സെക്ഷൻ 120B IPC ഈ 3 ഒഫൻസുള്ള FIRന്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകും. തടഞ്ഞിരിക്കുന്നത് എന്താണ്? തടഞ്ഞിരിക്കുന്നത് പിന്നെ ലൈഫ് മിഷൻ്റെ CEO കൊടുത്തത്, ലൈഫ് മിഷൻ കൊടുത്തതല്ല, CEO കൊടുത്ത പെറ്റീഷനിൽ സ്റ്റേ കൊടുത്തിരിക്കുന്നത് CEOയ്ക്കെതിരെയുള്ള അന്വേഷണത്തിനാണ്. ഞാനിത് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി പറയാം. കൊച്ചിൻ കോർപ്പറേഷൻ എറണാകുളം PO റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷനാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. സെക്രട്ടറി കൊച്ചിൻ കോർപ്പറേഷൻ എറണാകുളം PO എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈഫ് മിഷൻ സോ ആൻഡ് സോ അഡ്രസ് എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പെറ്റീഷനാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈഫ് മിഷൻ ആയിട്ടുള്ള UV ജോസിനെതിരെ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് ഇൻഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഉത്തരവിൽ എവിടെയും ഈ UV ജോസ് അല്ലാതെ മറ്റാർക്കെതിരെയുമുള്ള അന്വേഷണം തടഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഭാഗം പറയാം. നിങ്ങൾ ഈ പറഞ്ഞ സെക്ഷൻ 3യുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതിനകത്ത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ്? FCRA വയലേഷനുള്ള ഒരു ഫണ്ട് ഇവിടെ വന്നു എന്ന അലിഗേഷനുള്ള ഒരു ക്രൈമാണ്. ആ ഫണ്ടിൽ നിന്നും കുറേ തുക, അതായത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2B എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഫോറിൻ ഫണ്ട് സോഴ്സിൽ നിന്ന് ഫണ്ട് കൈവശം വന്നാൽ അതിൽ നിന്നും കറൻസിയായി ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാൻഡ് ഓവർ ചെയ്യുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ക്ലോസ് B പ്രകാരം ആർക്കെങ്കിലുമാണോ അതോ ഈ പറയട്ടെ പറയാം. സെക്ഷൻ 3(1) സെക്ഷൻ 3(1) ഞാൻ പറഞ്ഞു തീർക്കട്ടെ അജീബ് സാർ പറയട്ടെ. സെക്ഷൻ 3(1) പറഞ്ഞിരിക്കുന്ന ആളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 3യുടെ ഒഫൻസാണ്. ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്? 7 കോടി രൂപ ലൈഫ് മിഷന് പിന്നെ എന്താ പറയുക യൂണിറ്റാക്കിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ യൂണിറ്റാക്കിന് കിട്ടി 7 ലക്ഷം രൂപ, 7 കോടി രൂപ കിട്ടിയപ്പോൾ 3.5 കോടി രൂപ അതിൽ നിന്നും പിന്നെ കൗൺസിലേറ്റ് ജനറലിൻ്റെ ഓഫീസിലെ ഖാലിദിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തു എന്നാണല്ലോ അലിഗേഷൻ വരുന്നത്. സ്വപ്നയുടെ മൊഴി പ്രകാരം സ്വപ്നയുടെ എന്താ പറയുക ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ചേർന്ന് വെച്ചിരിക്കുന്ന ലോക്കറിൽ നിന്ന് കിട്ടിയ 1 കോടി രൂപ എന്ന് പറയുന്നത് ലൈഫ് മിഷൻ്റെ കമ്മീഷനാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറയുന്നു ഈ ലോക്കർ ഞാൻ തുടങ്ങിയിരിക്കുന്നത് ശിവശങ്കറിൻ്റെ ഡയറക്ഷൻ പ്രകാരം. ശിവശങ്കർ എന്ന് പറയുന്നയാൾ സെക്ഷൻ 3(1)B ഉൾപ്പെടുന്ന ഗവൺമെൻറ് സെർവൻ്റാണ്. പറയുന്നത് മനസ്സിലായി. ഈ തുകയെ സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്റ്റംസ് അന്വേഷണം നടത്തുന്ന സമയത്ത് ഇതെൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിലെ പണമല്ല, ലൈഫ് മിഷൻ്റെ കമ്മീഷനാണെന്ന് പറഞ്ഞു. അത് സൂക്ഷിക്കപ്പെട്ടത് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം ജോയിൻറ്റ് ലോക്കർ എടുത്ത് ജോയിൻറ്റ് ലോക്കറിലാണ്. ഇവിടെയാണ് സെക്ഷൻ 3(2)B അട്രാക്ട് ചെയ്യുന്ന ഒരു ഒഫൻസിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ്റെ എംബ്രിയോണിക്കൽ സ്റ്റേജിൽ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറയാൻ പറ്റില്ല. ശിവശങ്കർ പറഞ്ഞിട്ടാണോ വെച്ചത്? ശിവശങ്കർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്തുന്നതിനെ കോടതി അനുവദിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ലൈഫ് മിഷൻ പണം മേടിച്ചു, FCRA വയലേറ്റ് ചെയ്ത് പണം കൊണ്ടുവന്നൊരു കേസ് തന്നെ ഇല്ലല്ലോ. ലൈഫ് മിഷൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. ലൈഫ് മിഷൻ FCRA വയലേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഫാക്ച്വലി ഇൻകറക്റ്റ്. ആ ഫാക്ട് ആരും ഡിസ്പ്യൂട്ട് ചെയ്യാത്തൊരു ഫാക്റ്റാണ്. അതേസമയം ഈ ജഡ്ജ്മെൻറ്റിൽ ഞാൻ കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് നാളെ UV ജോസിനെ ചോദ്യം ചെയ്തേ മതിയാവും. UV ജോസ് എന്നുള്ള വ്യക്തി മാത്രം ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അവർക്ക് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് UV ജോസിയെ ചോദ്യം ചെയ്യാതെ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഇടാം. അതല്ലെങ്കിൽ ഈ ഉത്തരവ് തന്നെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് ഇന്ന ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇപ്പം തന്നെ റിവ്യൂ കൊടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ നിയമപരമായി ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അല്ലാതെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ തടയപ്പെട്ടിട്ടില്ല. തടയപ്പെടാത്ത ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. ഞാൻ ഈ കേസിന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു കാര്യത്തിൽ വ്യക്തത വേണ്ടതുണ്ട്. മുഹമ്മദ് ഷാ, അനിലക്കരയുടെ പരാതി എന്തായിരുന്നു? അപ്പോൾ അനിലക്കര CBIക്ക് നൽകിയ പരാതി എന്താണ്? ആ പരാതിയെ കൂടി ഇതിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ വിധിയെ നിങ്ങൾക്ക് എങ്ങനെ വായിക്കാൻ കഴിയും? എന്നെ സംബന്ധിച്ച് അനിലക്കരയുടെ പരാതി ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അനിലക്കര രാഷ്ട്രീയമായ പല ആരോപണങ്ങളും അനിലക്കര ഉന്നയിച്ചിട്ടുണ്ടാവും. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, അനിലക്കരയുടെ പരാതിയേക്കാൾ പ്രധാനമായിട്ട് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻഫർമേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് എ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. ഒരു കമ്മിറ്റി ചെയ്ത ഒഫൻസിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നതിന് മാത്രമുള്ള ഒരു രേഖയാണ് ആ പരാതി. ആ രേഖ പോലും ആവശ്യമുണ്ടായിരുന്നില്ല CBIക്ക് കേസെടുക്കാൻ എന്ന് പറയുന്ന അന്നും ഇന്നും പറയുന്നയാളാണ് ഞാൻ. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മൊഴി കൊടുക്കലിന്റെ സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി മുഹമ്മദ് ഷാ, ഞാൻ വളരെ പെട്ടെന്ന് അതിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള ആവശ്യം. ശ്രീ അജയ് തറയിൽ, ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് വേറൊരു സെക്ഷൻ പ്രകാരം, അതായത് വിദേശത്ത് നിന്ന് പണം വാങ്ങി അതിവിടെ
ഈ പറയുന്ന വിദേശ സംഭാവന സ്വീകരിക്കാൻ പറ്റാത്തവരുടെ പട്ടികയിലുള്ളവർക്ക് ഈ പണം എത്തിയിട്ടുണ്ടെങ്കിൽ അതന്വേഷിക്കാൻ CBIക്ക് സാധിക്കുമെന്ന് പറയുന്നു. പക്ഷേ അത് ഒരു അഴിമതിയുടെ കൂടി പരിധിയിൽ വരുന്നൊരു കാര്യമായതുകൊണ്ട് വിജിലൻസ് അന്വേഷണം നിലവിലുള്ളത് കൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വിജിലൻസ് ഉള്ളപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ഇനി മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ടതില്ല എന്ന് സർക്കാരിന് തീരുമാനിക്കാവുന്നതാണ്. അതല്ല, ഈ പണം ഈ FCRAയുടെ പരിധിയിൽ വരുന്ന വ്യക്തികൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പണമായിട്ടാണോ മെറ്റീരിയലായിട്ടാണോ പോയിട്ടുള്ളതെങ്കിൽ സെക്ഷൻ 7B പ്രകാരം ആ കേസ് FCRA കേസാണ്. അതിന് സെക്ഷൻ 7B ആണ്. അത് അഴിമതി അന്വേഷണത്തിൻ്റെ വിജിലൻസിൻ്റെ കയ്യിലല്ല വരുന്നത്. FCRA 7Bയിലെ അകത്ത് വരുന്നൊരു കേസാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കേസ് FCRA ലംഘനമായി തന്നെ കണ്ടുകൊണ്ട് അത് വലിയൊരു ഒഫൻസായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അതിന് ധാരാളം തെളിവുകൾ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒറ്റ കാര്യം, റെഡ് ക്രിസന്റ് സൊസൈറ്റി 1 കോടി അറബ് ദറം തരാമെന്ന് പറഞ്ഞു. അവര് അതും ഒരു ഹെൽത്ത് സെന്ററും വീടും പണിയാൻ വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. 11/7/2009 MOU ഒപ്പുവെച്ചു. 70 ലക്ഷം ദറംസ് വീട് പണിയാനും 30 ലക്ഷം ദറംസ് ആശുപത്രി പണിയാനുമായി മുടക്കാൻ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. ഈ പണമാണ് കൊടുത്തത്. ലൈഫ് മിഷനും റെഡ് ക്രിസന്റും തമ്മിൽ ഒപ്പുവെച്ച അതേ പണമാണ് അവർ കൊടുത്തത്. അപ്പോൾ ലൈഫ് മിഷന് വേണ്ടി ലൈഫ് മിഷൻ പറഞ്ഞിട്ട് ലൈഫ് മിഷന്റെ ചില വ്യക്തികൾ അഴിമതിക്കാരായി ചിത്രീകരിക്കാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ഒരു പിൻവാതിലൂടെയുള്ള ഇടപാടാണ് നടത്തിയത്. ആ ഇടപാടിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അപ്പോൾ ഈ പണം വന്ന വഴി പണം വാങ്ങിയ ആളുകൾ, ഈ മൊബൈൽ ഫോൺ വരെ വാങ്ങിയ ആളുകൾ ഈ FCRAയുടെ സെക്ഷൻ 7Bയിൽ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കുരുക്ക് ഒരു കാരണവശാലും ഈ ഗവൺമെന്റിന്റെ കഴുത്തിൽ നിന്ന് ഊരിയിട്ടില്ല. ഒരു താൽക്കാലികമായ ഒരു റിലീഫ് എന്നതിനപ്പുറത്തേക്ക് അവര് കഴുത്തിലെ കുരുക്ക് മുറുകുന്നു. ലൈഫ് മിഷന്റെ ചെയർമാനോ ലൈഫ് മിഷന്റെ വൈസ് ചെയർമാനോ ലൈഫ് മിഷന്റെ തൃശ്ശൂരിലെ CEO ആരെയും വേണമെങ്കിൽ ചോദ്യം ചെയ്യാനും ആരെയും വേണമെങ്കിൽ പ്രതി ചേർക്കുവാനും അന്വേഷിക്കുവാനുമുള്ള ഒരു ലോങ് റോപ്പാണ് കേരള ഹൈക്കോടതി വിധിയിലൂടെ ഇന്ന് CBIക്ക് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആരെങ്കിലും നെറ്റിയിലെ വിയർപ്പൊന്ന് തുടച്ചു കളഞ്ഞ് ആശ്വസിക്കാം എന്ന് ധരിച്ചുവെങ്കിൽ അത് തെറ്റാണ്. ഈ വിധിയല്ല, ഈ താൽക്കാല ഇൻട്രീം വ്യക്തമായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇന്ന് ഈ ഉത്തരവിന് ആധാരമായ റിട്ട് പെറ്റീഷൻ നമ്പർ, അത് റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ CEO എന്ന വ്യക്തിയാണ്. UV ജോസ് ആണ് നൽകിയിട്ടുള്ളത്. UV ജോസിനെതിരായ അന്വേഷണത്തിലാണ് ഇപ്പോൾ സ്റ്റേ ഉള്ളത്. അതായത് ലൈഫ് മിഷൻ എന്ന സ്ഥാപനം, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ പദ്ധതിക്കെതിരായ അന്വേഷണത്തിനല്ല എന്നാണ് അദ്ദേഹം ആ റിട്ട് പെറ്റീഷൻ നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വപ്നയുടെ ഒരു മൊഴി നിലനിൽക്കുന്നുണ്ട്. വ്യത്യസ്ത ഏജൻസികളുടെ ഭാഗമായി ഇത് കോടതികളുടെ പരിഗണനയിലുണ്ട്. അതായത് ലൈഫ് മിഷനിൽ നിന്ന് ലഭിച്ച കമ്മീഷനാണ് തിരുവനന്തപുരത്തെ എൻ്റെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്തത് എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കഴിഞ്ഞ ദിവസം കൊടുത്ത കുറ്റപത്രത്തിൽ ആ ലോക്കർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി നടന്ന വാട്സപ്പ് ചാറ്റിൻ്റെ വിശദാംശം കൂടി കുറ്റപത്രത്തിൽ നൽകിയിട്ടുണ്ട്. ഈ തെളിവുകൾ, നമുക്ക് മുമ്പിലുള്ള തെളിവുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അത് ശിവശങ്കരനെ കൂടി ലക്ഷ്യമാക്കി ലൈഫ് മിഷൻ മറ്റു ഒഫീഷ്യലുകളെ കൂടി ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഒന്ന്, ഈ ചർച്ചയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടല്ല. എന്നേക്കാൾ നന്നായി നിയമപാണ്ഡിത്യമുള്ളവർ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്നു. BJPക്ക് വേണ്ടി ശ്രീ സുരേഷും അങ്ങനെ തന്നെയാണ് പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടി ശ്രീ അജയ് തറയിലും അങ്ങനെയാണ് പങ്കെടുക്കുന്നത്. ഞങ്ങളാരും നിയമപണ്ഡിതരായിട്ടല്ല പങ്കെടുക്കുന്നത്. എന്നാൽ ഇവിടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് ഷാ, അദ്ദേഹം അഭിഭാഷകനെന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ച ഇതിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ആങ്കറും പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്ന ചില പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കണം, നിയമപാണ്ഡിത്യത്തിന് പത്മശ്രീ കിട്ടി ഇവിടെ ക്ഷണിച്ചു വരുത്തിയ വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം ലക്ഷണമൊത്ത മുസ്ലിം ലീഗുകാരനാണ്.
UDFകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഞാനതിപ്പോൾ ഒന്ന് പരിശോധിച്ചു. എനിക്കിപ്പോൾ ഒരു സന്ദേശം വന്നപ്പോൾ ഒന്ന് പരിശോധിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായി അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം ഫേസ്ബുക്കിലൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ, അതൊരു പ്രശ്നമുള്ള കേസല്ല. ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഈ ചർച്ച എന്തിനാണ്? ചർച്ച ഇന്നത്തെ ഹൈക്കോടതി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും സർക്കാരിനെ പങ്കുചേർക്കാൻ പറ്റില്ല, ഫോറിൻ കോൺട്രിബ്യൂഷൻ പെടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, ക്രമക്കേട്, അത് സംസ്ഥാന സർക്കാർ തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അന്വേഷണം ഏതൊക്കെ വഴിക്ക് പോകും, എങ്ങനെയൊക്കെ പോകും, എന്തൊക്കെ പോകും എന്നൊക്കെ പറയാനുള്ള അവകാശം ഇവർക്കുണ്ട്. ഇവർ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പം ലൈഫ് മിഷനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഇപ്പം നേരെ തിരിച്ചായി പറയുന്നത്. അതുപോലെ തന്നെ കേരള സർക്കാരിനെ കുറിച്ച് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിൽ തുടക്കത്തിലൊരു നിലപാട് പറഞ്ഞല്ലോ, ഞങ്ങൾ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടില്ല, ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ലൈഫ് മിഷൻ ഇടപെട്ടിട്ടില്ല, ഇത് ഫോറിൻ കോൺട്രിബ്യൂഷനിൽ വരില്ല. ഇതൊക്കെ ശരിവെക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേ. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആരും ഇവിടെ പറയാതെ ഇങ്ങനെ മനസ്സ് തോന്നുന്ന ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പറയുമ്പോൾ മറുപടി പറയാൻ വേണ്ടി FCRAയുടെ 32B പ്രകാരം, അതായത് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിച്ച് ഏതെങ്കിലും പബ്ലിക് സർവന്റിന് കൊടുത്തിട്ടുണ്ടോ, അതായത് അഴിമതിയുടെ ഭാഗമായോ അല്ലാതെയോ കമ്മീഷനായോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും FCRA ചട്ടങ്ങളുടെ ലംഘനത്തിൽ വരും. അത് ഈ ഉത്തരവിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത് വിശദമായി അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതായത് 32B പ്രകാരം വിദേശത്ത് നിന്ന് എത്തിയ പണം ഏതെങ്കിലും ഈ FCRA പ്രകാരം വിദേശ സംഭാവന സ്വീകരിക്കാൻ കഴിയാത്ത ആർക്കെങ്കിലും വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ യൂണിടാക്കിനും സെയിൻറ്റ് വെഞ്ചേഴ്സിനും എതിരായ അന്വേഷണം നടത്താവുന്നതാണ് എന്ന കോടതി ഉത്തരവിൽ പറയുന്നത് താങ്കൾ വായിച്ചിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്വപ്ന സുരേഷിൻ്റെ ഒരു മൊഴി നിൽക്കുകയാണ്, ഈ പണം ഞങ്ങൾക്ക് യൂണിടാക്കിൻ്റെ കമ്മീഷൻ കിട്ടിയതാണ് എന്ന്. ആ യൂണിടാക്കിൻ്റെ കമ്മീഷൻ കിട്ടിയ ലോക്കറിൽ വെച്ചിട്ടുള്ള പണം ആ ലോക്കറിൽ വയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മനസ്സറിവ് ഉണ്ടായിരുന്നു എന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ കോടതിക്ക് മുമ്പിൽ തെളിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലളിതമല്ല കാര്യങ്ങൾ. ഈ ഇടക്കാല ഉത്തരവിന് ശേഷവും അത്തരം ഒരു അന്വേഷണത്തിന് സാധ്യത തന്നെയുണ്ട്. അല്ലാതെ BJP പ്രതിനിധി പറഞ്ഞല്ലോ, BJP ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ കാണുന്നു, CBI ആരെയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു, ആരെയൊക്കെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, മുഖ്യമന്ത്രിയെ ചെയ്യാം, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ ഓരോരുത്തരും ചെയ്യാം, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ ചെയ്യാം, ഒക്കെ അതിൻ്റെ സാധ്യതകൾ, പ്രത്യേകിച്ച് ഈ ഹൈക്കോടതി ഇന്ന് വന്നിട്ടുള്ള ഈ വിധിക്ക് ശേഷം BJP സംസ്ഥാന നേതൃത്വം ആലോചിച്ച കാര്യമാവുമല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും CBIയെ ദുരുപയോഗപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJP ഒറ്റകക്ഷി. ഇപ്പുറത്ത് മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ CBI കൂട്ടിലിട്ട തത്തയായിരുന്നെങ്കിൽ, അന്ന് കോൺഗ്രസിന് കൂട്ടിലിടുന്ന തത്തയായിരുന്നു CBI എങ്കിൽ ഇന്ന് BJPക്ക് വേട്ടനായിയാണ് CBI. അതേ ഉള്ളൂ വ്യത്യാസം. അത് എങ്ങനെ വേണമെങ്കിലും പോകാം. അത് നമുക്ക് ഓരോ ഘട്ടത്തിലും കാത്തിരുന്ന് കാണാം, കാത്തിരുന്ന് കണ്ട് പോകേണ്ടതാണ്. അതാണ് ഞാൻ ശ്രീ സുരേഷ് എന്ന BJP പ്രതിനിധിയോട് പറഞ്ഞത്. അത് എങ്ങനെ വേണമെങ്കിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാം. അതിലൊരു അത്ഭുതമില്ല. BJP ഇങ്ങനെ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇപ്പോൾ അയോധ്യ വിധിയിൽ LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും പ്രസംഗത്തിന് വീഡിയോ എത്തിച്ചു കൊടുക്കാത്തവരല്ലേ CBI? അതിലും വലുതുണ്ടോ? എല്ലാ കുട്ടികളും കണ്ട കാസറ്റാണ്, അത് എത്തിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ CBI എങ്ങനെ വേണമെങ്കിലും പോകുന്നതിനനുസരിച്ച് കെട്ടിവെച്ച പണം പോകുന്ന BJPയുടെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ റിയാസ്, ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ സുരേഷ്, CBIയുടെ എൻട്രിയാണ് CPM എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. നേരത്തെ കേന്ദ്ര ഏജൻസികളുടെ ഒരു സംയോജിത അന്വേഷണം സ്വർണ്ണക്കടത്തും അനുബന്ധമായി ഉയർന്നു വന്ന ആരോപണങ്ങളിലും വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ CBIയും എൻഫോഴ്സ്മെൻറ്റും വരുമ്പോഴാണ് CPM എതിർക്കുന്നത്. കാരണം ഈ രണ്ട് ഏജൻസികളെയും രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ട് ഏജൻസികളാണ് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു CBI എങ്ങോട്ടൊക്കെ അന്വേഷണം പോകാം എന്ന് പറയുമ്പോൾ റിയാസ് പറയുന്നത് BJP തീരുമാനിക്കുന്നു, CBI അന്വേഷിക്കുന്നു, അങ്ങനെയാണ് കാര്യങ്ങളെന്നാണ്. ശ്രീ റിയാസ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒരു വക്കീലുമാണെന്ന് പറഞ്ഞല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വക്കീലുമാണ്, നമ്മൾ രണ്ട് പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരുമാണ്. ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടുള്ള വശമാണ്. ഞാൻ റിയാസിനോട് ചോദിക്കുന്നു, റിയാസ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറയൂ, സർക്കാർ ഈ CBI അന്വേഷണം വേണ്ട, FIR ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ സർക്കാരിൻ്റെ ആവശ്യം എന്തായിരുന്നു? CBI FIR റദ്ദ് ചെയ്യണം എന്നല്ലേ നിങ്ങളുടെ പ്രയർ, നിങ്ങളുടെ പ്ലീഡിങ്? അത് റദ്ദ് ചെയ്യപ്പെട്ടുവോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, FCRA നിയമപ്രകാരം ഇത്തരത്തിൽ ഹൈക്കോടതി ആവശ്യപ്പെടാതെയോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കാതെയോ
CBIക്ക് ഇവിടെ വന്ന് കേസെടുക്കുന്നത് ഫെഡറൽ സിസ്റ്റത്തിന് എതിരായിരുന്നു എന്നല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ വാദം? ആ വാദത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഹൈക്കോടതി വിധി ആ വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, CBIക്ക് ഇവിടെ ഈ കള്ളക്കടത്തുമായി ഈ ലൈഫുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ എന്തെങ്കിലും നിലയിലുള്ള ഒരു തടസ്സം ഇവിടെ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് പ്രകാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ തടസ്സം എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ലൈഫ് മിഷൻ പണം അപഹരിച്ചു, UV ജോസ് പണം അപഹരിച്ചു എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത്, ഈ കേരളത്തിൽ ആരെങ്കിലും ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ UV ജോസിനെ പ്രതിയാക്കി അന്വേഷണം നടത്തുന്നത് 2 മാസത്തേക്ക് സ്റ്റേ ചെയ്താൽ പിണറായി വിജയനും റിയാസിനും ആസ്വദിക്കാനായിട്ട് ആശ്വസിക്കാനായി അതിലെന്തായിരിക്കുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ റിയാസ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ലൈഫിനെതിരായിട്ടുള്ള പരാതിയാണ് എന്നല്ലേ പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് പദ്ധതി അട്ടിമറിച്ചത് പ്രതിപക്ഷമല്ല റിയാസെ, അത് ഈ ഭരണപക്ഷമാണ്. കാരണം പാവപ്പെട്ടവൻ, നിങ്ങൾ ഈ 9.5 കോടി, നിങ്ങളുടെ ഈ തോമസ് ഐസക്ക് പറഞ്ഞ 4.5 കോടി രൂപ വെട്ടിക്കാതിരുന്നുവെങ്കിൽ ആ 4.5 കോടി രൂപ വെച്ച് 100 വീട് വെച്ചു കൊടുക്കാമായിരുന്നു. അങ്ങനെ ഇന്ന് 144 ആണെങ്കിൽ 250 പാവങ്ങൾക്ക്, ഈ വീടും സ്ഥലവും ഇല്ലാത്ത പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയാണ് നിങ്ങൾ വെട്ടിച്ച് 144 ചുരുക്കിയത്. അതുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ വെട്ടിപ്പ് നടത്തി പാവങ്ങളെ വഞ്ചിച്ചത്, അതിനെ ഈ അധോഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത് പിണറായി വിജയനും ഈ സർക്കാരുമാണ്. അതെന്തിനാ പ്രതിപക്ഷത്തിൻ്റെ തലയിലേക്ക് താങ്കൾ ചാരുന്നത്? അടുത്ത എൻ്റെ പോയിന്റ്, ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ അനാവശ്യമായിട്ട് ഒന്നും പറയുന്നില്ല. ഇന്നലെ EDയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ ചർച്ച ബഹിഷ്കരിച്ചത്. ആ EDയുടെ മൊഴി പുറത്തു വന്ന സമയത്ത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയും വന്നു. ഞാനും ഈ ഇരിക്കുന്ന അജിംസും അതോടൊപ്പം തന്നെ അജയ് തറയിലും മുഹമ്മദ് ഷായും ഈ കേരളവും ഒക്കെ വിചാരിച്ചിരുന്നത് ഈ സ്വപ്ന സുരേഷിനെ ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് ഇടപെടുത്തിയതും പരിചയപ്പെടുത്തിയതും കൂടെ കൊണ്ട് നടന്നതുമൊക്കെ ശിവശങ്കർ ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അവസാനത്തെ പോയിന്റ് ശിവശങ്കർ എന്നാണ് വിചാരിച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് 2017 ശിവശങ്കറിന് കള്ളക്കടത്തുകാരിയെ പരിചയപ്പെടുത്തി കൊടുത്ത വിദ്വാനാണ് എൻ്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഈ വിഷയം അതീവ ഗുരുതരവും രൂക്ഷവും അതിഭീകരവും കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന എന്തുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത കുറവുണ്ട്. സുരേഷ്, നമുക്ക് അതിലേക്ക് വരാം, ഞാൻ തിരിച്ചു വരാം. മുഹമ്മദ് ഷാ, ഇപ്പോൾ ഈ കേസിനുമായി ബന്ധപ്പെട്ട് അല്ലല്ല, എനിക്ക് വ്യക്തത കുറവില്ല അജിംസ്. അല്ല, 4 ചോദ്യം ചോദിച്ചല്ലോ, ഞാൻ മറുപടി മറുപടി 4 ചോദ്യത്തിന് മറുപടി പെട്ടെന്ന്. ഒന്നാമത്തെ ചോദ്യം ഇതിന്റെ FIRന്റെ ക്വാഷിംഗ്, അത് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞ വീണ്ടും ഒന്നുകൂടി പറയാൻ സമയം തരണം. അത് സ്വാഭാവികമായിട്ടും ഇനിയുള്ള ഘട്ടത്തിൽ അങ്ങനെ തന്നെ FIR ക്വാഷ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ക്രിക്കറ്റ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ഹൈക്കോടതിയുടെ കേസിലെ വിധി മാത്രം പരിശോധിച്ചാൽ മതി. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ CBIക്ക് ചില കേസുകളിൽ ഇടപെടാൻ സാധ്യമല്ലാത്തത് എങ്ങനെയെന്നുള്ളത് അതിന്റെ ഉത്തരത്തിലുണ്ട്. മൂന്നാമത്തെ നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഇപ്പൊ എന്താ തടസ്സം? നിങ്ങൾ ഊണിലും ഉറക്കിലും പറഞ്ഞ ലൈഫ് പദ്ധതി, ലൈഫ് മിഷനെ ഒന്ന് തൊടാൻ പറ്റുമോ CBIക്ക്? ലൈഫ് മിഷനെ തൊടാൻ വേണ്ടി 2 മാസം പറ്റില്ല എന്നാണ് 2 മാസത്തെ സ്റ്റേയുടെ പച്ച മലയാളം. ഇനി 3 ചോദ്യം ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചല്ലോ, ടൈറ്റാനിയം കേസ് 300 കോടി, ചോദ്യത്തിന് ഉത്തരം പറയും. 300 കോടിയുടെ ടൈറ്റാനിയം കേസ് 1.5 കൊല്ലമായി കേരള സർക്കാർ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായി നിങ്ങൾ ഉണ്ടാക്കിയ ധാരണയല്ലേ 4 ദിവസം കൊണ്ട് അനിലക്കരയുടെ പരാതി ചാടിയെടുത്ത CBI ഇപ്പോൾ എടുക്കാത്തതിന്റെ കാരണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മാറാട് കേസ്, നിങ്ങൾ വികാരപരമായി പറഞ്ഞ കുമ്മന രാജശേഖരൻ ഉൾപ്പെടെ പറഞ്ഞ മാറാട് കേസിന്റെ CBI അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്താ? മുസ്ലിം ലീഗിന്റെ നേതൃത്വമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ സന്ധിയല്ലേ? മൂന്നാമത്തെ ചോദ്യം, കേന്ദ്ര ഏജൻസിയുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ പേടിക്കല്ലേ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടരുത്. മൂന്നാമത്തെ ചോദ്യം, കേന്ദ്ര സഹമന്ത്രി നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറഞ്ഞിട്ടും
കേന്ദ്ര ഏജൻസി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് കേന്ദ്ര ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ലേ? നാലാമത്തെ ചോദ്യം, കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ CBIയുടെ വിശ്വാസ്യതയ്ക്കെതിരെ BJP പ്രക്ഷോഭം നടത്തിയിട്ടില്ലേ? CBI കൂട്ടിലിട്ട തത്തയാണെന്ന് പറഞ്ഞ് നാട് മുഴുവൻ പ്രസംഗിച്ചിട്ടില്ലേ? ഇപ്പൊ എന്താ നിങ്ങൾക്ക് CBI വലിയ രാജാവായത്? അഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര സഹമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനം. നിങ്ങൾ പേര് പറഞ്ഞ് ആക്ഷേപിച്ചതുപോലെ പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞാൽ ഞാനും നിങ്ങളും വ്യത്യാസമില്ലാതാകും, CPIയും BJPയും വ്യത്യാസമില്ലാതാകും. ആ പ്രോട്ടോകോൾ ലംഘന പ്രശ്നം എന്തെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ കേന്ദ്ര ഏജൻസി ഇടപെട്ടിട്ടില്ല. അപ്പൊ കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലെ പെന്ന് പോലുള്ള ഒരു സാധനം മാത്രമല്ലേ? ഈ 5 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയും. ശരി, ഞാൻ വരാം, സുരേഷിലേക്ക് വരാം. ഞാൻ ഒരു നിമിഷം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിൽ ഈ കേസിൽ അങ്ങനെയല്ല അദ്ദേഹം ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞു. സുരേഷിന് മറുപടി പറയാൻ സമയം കൊടുക്കും, ഞാൻ കൊടുക്കും തീർച്ചയായിട്ടും. സുരേഷിലേക്ക് വരും. അതിനു മുമ്പ് മുഹമ്മദ് ഷാ, ഈ കേസ് ഒരു ഉൾപ്പിരിവുള്ള ഒരു കേസാണ്. ഒന്ന്, ഈ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച നിയമങ്ങളുടെ ലംഘനം അന്വേഷിച്ചു വരുമ്പോൾ അത് അഴിമതിയിലേക്കാണ് എത്തുക. ഈ അഴിമതി യഥാർത്ഥത്തിൽ അഴിമതി അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ശുപാർശ വേണം, അവരുടെ അനുമതി വേണം. പക്ഷേ ഇവിടെ സമാന്തരമായി തന്നെ വിജിലൻസ് കേസ് അന്വേഷിക്കുന്നുമുണ്ട്. ഈ CBIക്ക് ആകട്ടെ വിദേശ ചട്ടലംഘനം എന്ന് പറഞ്ഞ് ഇത് അന്വേഷിച്ചു പോയാലും അത് എത്തിച്ചേരുക അഴിമതിയിലാണ്. എങ്ങനെയായാലും CBIക്ക് അന്വേഷണത്തിന് ഒരു പരിധിയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിനകത്ത് 2 സൈഡുണ്ട്. അതായത് ഇപ്പോൾ ഈ പണം, അതായത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ക്ലോസ് B പ്രകാരം ഈ പണത്തിൽ FCRIയിൽ നിന്ന് ഫോറിൻ സോഴ്സിൽ നിന്ന് വന്ന പണത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പോർഷൻ ഒരു ഗവൺമെൻറ് സെർവൻ്റെ കയ്യിലെത്തിയാൽ അഴിമതിയാണോ എന്നുള്ളത് വേറൊരു വിഷയം. അത് FCRIയുടെ വയലേഷനാണ്. ആ FCRIയുടെ വയലേഷനാണ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. FCRI വയലേഷൻ CBIക്ക് മാത്രമേ 1 കോടിക്ക് മുകളിലായാൽ സാധിക്കുകയുള്ളൂ. അത് വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കില്ല. പിന്നെ വിജിലൻസിൻ്റെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ വിജിലൻസിന് മാത്രമല്ല അന്വേഷിക്കാൻ പറ്റുന്നത്, കൺസെൻറ്റ് ഉണ്ടെങ്കിൽ CBIക്കും അന്വേഷിക്കാം. ഇൻവെസ്റ്റിഗേഷൻ, പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഒഴിവാക്കണമെങ്കിൽ യൂഷ്വലി കോടതികളായാലും അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റുകളായാലും അത്തരം അന്വേഷണത്തിൻ്റെ സാഹചര്യം ഒരുക്കാറുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ FCRI വയലേഷൻ ആണെങ്കിൽ CBIക്ക് മാത്രമേ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ, 1 crore മോഡിലാണെങ്കിൽ. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ റിയാസ് ഇവിടെ പറഞ്ഞപ്പോൾ റിയാസ് പറഞ്ഞ കാര്യങ്ങളിൽ റിയാസ് CPMൻ്റെ നേതാവാണ്, എനിക്കറിയാം. പക്ഷേ പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷേ നിയമം എന്ന് പറയുന്നത് ഈ എഴുതിയ ഓർഡർ, ഇന്ന് ജഡ്ജി എഴുതിയ ഓർഡർ ആര് വായിച്ചാലും അതിൽ നിന്നൊരു വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കില്ല. നിയമ പുസ്തകവും വായിക്കാൻ സാധിക്കില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർക്കോ ലീഗുകാർക്കോ വേണ്ടി പുസ്തകത്തിൻ്റെ ഓരോ പാരഗ്രാഫ് മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. ചില നിയമങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, സ്റ്റേറ്റുകൾക്ക് മാറ്റമുണ്ട്, പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്ക് മാറ്റമില്ല എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ നിയമം ഇന്ന് വന്ന ഓർഡറിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിന്, അതല്ല UV ജോസ് അല്ലാതെ മറ്റാർക്കെങ്കിലും എതിരെ നടപടി എടുക്കുന്നതിന് തടസ്സമുണ്ടോ? UV ജോസ് എന്ന വ്യക്തി ലൈഫ് മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈഫ് മിഷൻ എന്ന അഡ്രസ്സിലാണ്. ലൈഫ് മിഷൻ റെപ്രസെൻറ്റഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പ്രൊവോക്ഡ് ആവേണ്ട വിഷയമില്ല. കാരണം അങ്ങനെ ഇത് രണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ഹൈക്കോടതിയിലെ റിട്ടിൻ്റെ പ്രത്യേകതയാണത്. മുനിസിപ്പാലിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ സെക്രട്ടറി ആദ്യം കൊടുക്കണം, രണ്ടാം കക്ഷി സെക്രട്ടറി മുനിസിപ്പാലിറ്റിയുടെ അഡ്രസ്സും കൊടുക്കണം. ഇത് രണ്ടും 2 പേരാണ്, 2 എൻറ്റിറ്റിയാണ്. ആ 2 എൻറ്റിറ്റി കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് CEO ആണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. അതിന് കാരണവുമുണ്ട്. ക്രിമിനൽ കേസ്. അതെ. ഒന്ന്, ഞാൻ പ്രൊവോക്ഡ് ഒന്നും ആയിട്ടില്ല. ഞാൻ CPIM എന്നുള്ള നിലയിലാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സുരേഷ് BJP എന്നുള്ള നിലയിലാണ് പങ്കെടുക്കുന്നത്. ശ്രീ അജയ് തറയിൽ കോൺഗ്രസ് എന്നുള്ള നിലയിലാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗുകാരനാണ്. അത് പറയാതെ ഈ ആട്ടുന്നോലാണ് ഞാൻ ചെന്നായിയെ പോലെ വന്ന് അഭിഭാഷകൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഒരു കുഴപ്പമില്ല. നല്ല അഭിഭാഷകർ CPMലുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, നല്ല അഭിഭാഷകർ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ ഇല്ലാത്തവരുണ്ട്. അങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ടിരണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാത്ത അഭിഭാഷകരായി രാഷ്ട്രീയ ലാക്കോടെ കൂടിയല്ലാതെ പറയുന്നവരെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് അടിയിലെഴുത് അഭിഭാഷകന്ന്. ഇത് ഫേസ്ബുക്കിൽ മുഴുവൻ LDF സർക്കാരിനെ തെറിയും വിളിച്ച ഒരാളെ വിളിച്ച് അഭിഭാഷകൻ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞാൽ അഭിഭാഷക പണ്ഡിതനായി കിട്ടിയ ആളാണെന്ന് അംഗീകരിച്ചു. നിയമവിദഗ്ധരായി ചർച്ചകളിലെത്താറുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരത്തിൽ രാഷ്ട്രീയ ചായ്വുണ്ട്. റിയാസ്, ഒരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ അറിഞ്ഞു തന്നെയാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഈ രാഷ്ട്രീയ ചായ്വൊക്കെ അറിഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. അത് പരസ്യമായിട്ട് പറയണം.
ശരി ശരി ഇല്ല, അല്ലാതെ റിയാസേ, ഞാൻ മുസ്ലിം റിയാസ് ലീഗാന്ന് പറഞ്ഞല്ലോ, തുറന്നു ഞാനൊരു പറയുന്നത് ചോദ്യം ചർച്ച ചോദിക്കട്ടെ. പദ്ധതി. ഞാൻ ചോദിച്ച ഞാൻ മുസ്ലിം ലീഗ് ആണെന്ന് ചോ- നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഞാൻ മുസ്ലിം ലീഗ് അല്ലാന്ന് പറയേണ്ട നിങ്ങൾ- കാര്യമൊന്നുമില്ല. നിങ്ങൾ- പക്ഷേ ഞാൻ ചോദിച്ച നിയമപരമായ പ്രശ്നം അല്ല, നിങ്ങളുടെ റിയാസ് വായിൽ ഒരു നിന്ന് കേൾക്കണം. അഭിഭാഷകനാണല്ലോ. നിങ്ങളുടെ റിയാസ് വായിൽ നിന്ന് ഒരു കേൾക്കണം. റിയാസ് ചോദിക്കും. നിങ്ങൾ- ഞാൻ- നിങ്ങൾ- അതെ. ഏയ്, നിങ്ങളുടെ വായിൽ നിന്നും കേൾക്കണം. എന്റെ വായിൽ നിന്ന് ചോദ്യം കേൾക്കൂ. ശരി 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 നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണം. ആ തർക്കം പോട്ടെ, ആ തർക്കം പോട്ടെ. ശ്രീ അജിത് റൈ, പറയൂ. പ്രേക്ഷകർ ശ്രീ അജിത് റൈ. ചോദ്യം റിയാസിനോട് ഒരു പ്രേക്ഷകർ ചോദ്യം ശ്രീ ഞാൻ അജിത് റൈ, ചോദിക്കുകയാണ്. ഇവിടെ റിയാസ് ഉന്നയിച്ച റിയാസ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പൊളിറ്റിക്കൽ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ. ഒരു നിമിഷം പ്രേക്ഷകർ റിയാസ്, ഒരു നിമിഷം, ഒരു കേൾക്കട്ടെ. നിമിഷം. ശ്രീ അജിത് റൈ, റിയാസ് നിങ്ങൾ ഉന്നയിച്ച പറയൂ. പ്രധാനപ്പെട്ട ഞാൻ പൊളിറ്റിക്കൽ മുസ്ലിം ക്വസ്റ്റ്യൻ. ലീഗുകാരനാണെന്ന് നിങ്ങൾ പറയൂ. ടൈറ്റാനിയം പ്രേക്ഷകർ കേസിൽ കേൾക്കട്ടെ. CBI വരുന്നില്ല. ഈ കേസിൽ CBI ചാടി വീഴുന്നു. ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാരയാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ളത് എന്നാണ് പറയുന്നത്. ടൈറ്റാനിക് കേസിൽ എന്ത് കാര്യം ഇരിക്കുന്നു ഇതിനകത്ത് CBI അന്വേഷിക്കാൻ? ഒരു കാര്യവുമില്ലേ? ഒരു കഥയുള്ള കാര്യമല്ലല്ലോ. ഒരു കാര്യവുമില്ലേ അതിൽ? CBI കഥയുള്ള കാര്യത്തെ അന്വേഷിച്ചില്ലേ? ഒരു കാര്യമില്ല അതിനകത്ത്, ഒരു കാര്യവുമില്ല അതിനകത്ത്. CBI അന്വേഷിക്കുന്ന കഴമ്പുള്ള കാര്യങ്ങളല്ലേ? 362 കോടി രൂപയുടെ ഒരു അന്വേഷണം അന്വേഷിച്ചു. സുപ്രീം കോടതിയുടെ സ്റ്റേ വാങ്ങി പൊതുക്കല്ല, ഹൈക്കോടതി സ്റ്റേ വാങ്ങി പൊതുക്കല്ല ചില ആളുകൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് CBI അന്വേഷിക്കുന്നത്. CBI അന്വേഷിക്കുന്നത് അങ്ങനെയാണ്. 360 കോടി രൂപ കുഷ്ഠരോഗികളുടെ പേര് പറഞ്ഞ് പറ്റിച്ച ആളെ ടൈറ്റാനിയം അഴിമതിയുടെ വ്യാപ്തി എത്രയാണ് ശ്രീ അജിത് അതിന് റൈ? ഹൈക്കോടതി സ്റ്റേ വാങ്ങി. ടൈറ്റാനിയം CBI അഴിമതിയുടെ സുപ്രീം വ്യാപ്തി കോടതി എത്രയാണ്? പോയിരിക്കുന്നു. അല്ല, ടൈറ്റാനിയം അഴിമതി അത് അർത്ഥമില്ലാത്ത കാര്യമല്ലേ? രമേശ് ചെന്നിത്തല ജിംസെ, ഒരു കാര്യം. രമേശ് ചെന്നിത്തല എങ്ങനെ ടൈറ്റാനിയം അഴിമതിയിൽ വരുന്നത് പങ്കാളിയാകുന്നു? റിയാസ്, അല്ല, മറ്റൊരു കാര്യം. ടൈറ്റാനിയം അഴിമതി റിയാസ്, രമേശ് CBI ചെന്നിത്തല അന്വേഷണത്തെ കുറിച്ച് വരുന്നത് സുരേഷിന്റെ മറ്റൊരു രമേശ് വാദം ചെന്നിത്തല താങ്കൾ KPCC ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. മാറാട് അത് കലാപം, രണ്ടാമത്തെ കാര്യം ഞാൻ മാറാട് പറയട്ടെ. കലാപം ലീഗും BJP തമ്മിലുള്ള ഡീലായിരുന്നു നിങ്ങൾ ആരോപിച്ച അദ്ദേഹം പറഞ്ഞത്. മാറാട്ട് അല്ല, ഞാൻ കുറ്റവാളികൾ പറഞ്ഞത് CPM-കാരാണ് എന്നാണ്. ലീഗിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. അതിലെ പ്രധാന മുഹമ്മദ് ഷാ ടൈറ്റാനിക് കേസിൽ അതെ ഞാൻ മുഹമ്മദ് പറയുന്നത് ഷാ എന്നോടുള്ള ചോദ്യം അതെ, ഞാൻ അതെ. പൂർത്തീകരിക്കട്ടെ. അജിത് റൈ, ഒരു ഞാൻ നിമിഷം പൂർത്തീകരിക്കട്ടെ. പറയൂ. അതെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. എന്നോടാണുള്ള ചോദ്യം. അതെ, അതെ. എന്നോടാണുള്ള ചോദ്യം. അതെ. ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്തുള്ള അല്ല, നിങ്ങള് അഴിമതി കേസുകളായി മുഹമ്മദ് ബന്ധപ്പെട്ട് റിയാസിന് എന്തെങ്കിലും മാത്രം സംശയം സമയം കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ശരിയല്ലോ. അല്ല പറയട്ടെ, മുഹമ്മദ് റിയാസിന് ഉത്തരം കൊടുക്കാൻ പൂർത്തീകരിക്കട്ടെ. മാത്രം ശരിയല്ലോ. അജിത് റൈ, ഞാൻ പറയാം. സമയം കൊണ്ട് ഇത് പൂർത്തീകരിക്കട്ടെ. പൂർത്തീകരിക്കൂ റിയാസ്. യു ഡി എഫ് ഭരണകാലത്തുള്ള ഏതെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ അജയ് തറയിലിന് സംശയം ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് ഷാ അഭിഭാഷകനോട് ചോദിക്കുക. അദ്ദേഹം UDF-ന്റെ പ്ലീഡറായിരുന്നു. അത് ചോദിച്ചാൽ മതി. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയെ പറഞ്ഞ പ്രശ്നം ഉമ്മൻചാണ്ടിയെ പറഞ്ഞ പ്രശ്നമല്ല. അജയ് തറയിലിന് ഉമ്മൻചാണ്ടിയെ പറഞ്ഞ പ്രശ്നമല്ല. രമേശ് ചെന്നിത്തല എങ്ങനെ അതിൽ പെടും എന്നുള്ള ചോദ്യം ഇതൊക്കെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. അവിടെയും ഗ്രൂപ്പ് താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. മാറാട് കേസുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരൻ ആ തുടർച്ചയായി നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൽ അല്ല പൂർത്തീകരിക്കട്ടെ. നിങ്ങളിങ്ങനെ ഇടയിൽ കയറി ഇടപെട്ടാലോ? അങ്ങനെ ഇടപെടാൻ പറ്റുമോ? ശരി, നമുക്ക് സമയങ്ങളുണ്ട് റിയാസ്. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ടാണ് എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ സുരേഷ്, 300 കോടിയുടെ വെട്ടിപ്പ് നടത്തിയത് 2014 ചോദ്യങ്ങളുണ്ട്. സുരേഷ്, നിങ്ങൾ പറഞ്ഞത് മാറാട് കേസിൽ CPM-കാരാണ് പ്രതികളെന്ന് പറഞ്ഞു. അതൊരു പുതിയ വെളിപ്പെടുത്തലാണല്ലോ. നെഞ്ചിടിപ്പ് കൊണ്ട കാര്യമില്ലല്ലോ. മുഹമ്മദ് ഷാ പറഞ്ഞ കാര്യങ്ങൾ ശരിയായ കാര്യങ്ങളല്ലേ? ലീഗിന് ക്ലീൻ ചിറ്റ് നൽകിയ പറഞ്ഞ കാര്യങ്ങളല്ലേ ശരിയായ നിങ്ങൾ ലീഗിന് ക്ലീൻ ചിറ്റ് നൽകിയ കേസിൽ നിങ്ങൾക്ക് ഇതിലെ ഒരൊറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്ന് UDF ആരോപണം ഉന്നയിക്കുന്നു. ടൈറ്റാനിയം കേസിൽ UDF-നെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നരേന്ദ്രമോദി സാർ പിന്നെ ഇനി മാറാട് കേസിനെ സംബന്ധിച്ചാണെങ്കിൽ മുസ്ലിം ലീഗിൽ ഉള്ളതുപോലെയോ അതിനേക്കാളോ കൂടുതൽ ആൾക്കാർ ആ മാറാട് കൂട്ടക്കൊലയിൽ പ്രതിയായിരിക്കുന്നത് ശ്രീ റിയാസിന്റെ സ്വന്തക്കാരും സഖാക്കന്മാരുമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനെ സംബന്ധിച്ചുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കൂടുതൽ നിങ്ങൾ ആശ്വസിക്കാനുള്ള കാരണമൊന്നും കാണുന്നില്ല. മാത്രമല്ല, ഏകദേശം 10-20 വർഷക്കാലം ഇത് അന്വേഷണം ഒന്നും നടത്താതെ അലമാരക്കുള്ളിൽ വച്ചിട്ട് അവസാനം ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കാപട്യം കാണിച്ചിട്ട് അതിന്റെ രേഖകൾ പോലും ഫയലുകൾ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന് ഒരിടവേള.